The birth team is now ready. വൃദ്ധസദനങ്ങൾ വാർദ്ധക്യത്തിന്റെ തടവറകളാണ്. ആ തടവറകളിൽ ഓരോ വൃദ്ധ മനസ്സും കർപ്പൂരം പോലെ കത്തുന്നു, ജീവനോടെ ദഹിക്കുന്നു. മനസ്സിലൊരു മഹാസാഗരം പോലെ ദുഃഖം തിരയടിക്കുമ്പോഴും ആ ആകുലതകളും വ്യാകുലതകളുമെല്ലാം ഒരു ചെറു പുഞ്ചിരിയിൽ ഒതുക്കുന്ന വൃദ്ധ മനസ്സിന് ഒന്നുകിൽ പേർ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ. അമ്മയ്ക്കൊരു താരാട്ട്. ബേബിക്കുട്ട, നീ എന്നെ എങ്ങോട്ടേക്കാടാ ഈ കൊണ്ടുപോകുന്നേ? അമ്മ എന്തിനാ പേടിക്കുന്നേ? അമ്മയുടെ ബേബി കുട്ടനല്ലേ കൂടെയുള്ളത്. അത് ശരിയാ. എന്റെ മോൻ കൂടെ ഉണ്ടെങ്കി എനിക്ക് ഏത് നരകത്തിൽ പോകാനും പേടിയില്ല. തൽക്കാലം അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ അമ്മയെ കുറച്ചു ദിവസം ഈ സുഖവാസ കേന്ദ്രത്തിലാക്കുന്നേ. അതൊക്കെ എനിക്കറിയാടാ. എന്നാലും ചങ്കിനകത്തൊരു പിടച്ചില്. നീ പിച്ച വെച്ച് നടക്കണ പ്രായത്തില് ചാച്ചൻ പോയതല്ലയോ, പിന്നെ ഞാൻ ജീവിച്ചിട്ടില്ല. എന്നെ വളർത്തി വലുതാക്കി ഒരു കല്യാണവും കഴിപ്പിച്ചു. അതിനിടയില് അമ്മ ജീവിക്കാൻ മറന്നുപോയി. അമ്മ എന്താ ഇത് ഒന്നും അറിയാത്ത പോലെ? എന്റെ ഹാർട്ടിനല്ലേ കുഴപ്പം? കൃത്യമായി മരുന്ന് കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്കറിയാലോ. ഗ്രേസയ്ക്ക് ലീവ് കിട്ടില്ല. നിന്റെ മരുന്ന് മുടക്കാനും പാടില്ല. അതിനിടയില് അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നീ അമ്മയെ ഈ സുഖവാസ കേന്ദ്രത്തിലാക്കണു. അതെ, 3 മാസം. 3 മാസം. ഓ, അതുവരെ അമ്മയെ പിരിഞ്ഞിരിക്കുന്ന കാര്യം ഓർക്കുമ്പോഴാ. എടാ, നിന്റെ അസുഖ വലുത്, അത് മാറണം. അതിനു വേണ്ടി അമ്മ എന്തും സഹിച്ചോളാം. എന്നാ അമ്മ ഒരു കാര്യം ചെയ്യും, ഈ സെൽഫോൺ വെച്ചോ. എനിക്ക് അമ്മയുടെ ശബ്ദമെങ്കിലും കേൾക്കണം. അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. അമ്മ വിളിക്കുവോ? വിളിക്കാടാ. മറക്കുവോ? ഇല്ലടാ. പോത്തുപോലെ വളർന്നു പറഞ്ഞിട്ട് എന്താ കാര്യം? കൊച്ചുകുട്ടികളുടെ മനസ്സാ ചാച്ചന്റെ മുറിച്ച മുറി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞാൻ ബേബിക്കുട്ടൻ. മനസ്സിലായിന്ന്. അമ്മയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. എന്റെ അമ്മയ്ക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. ബേബിക്കുട്ടൻ എന്തിനീ പേടിക്കണേ? അമ്മ ഇവിടെ പൊന്നു പോലെ നോക്കില്ലേ? ഓ, ആശ്വാസായി. അമ്മേ, എന്നാ ഞാൻ അങ്ങോട്ട്. ഓ ശരി, മോൻ പൊക്കോ. മോനെ. എന്താ അമ്മേ? മോൻ മരുന്ന് മുടക്കരുത് കേട്ടോ. ശരി. അമ്മച്ചെന്തൊരു തേങ്ങി പേടിക്കണേ? ഇവിടെ 42 അമ്മച്ചിമാരുണ്ടെന്ന്. അയ്യോ, 42 അമ്മച്ചിമാരോ? അപ്പൊ അവരുടെയൊക്കെ മക്കൾക്കും ഹാർട്ടിന് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്, ഹാർട്ടിനല്ലാന്ന് മാത്രം. മോനെന്താ അങ്ങനെ പറഞ്ഞത്? അമ്മച്ചിക്കൊന്നും മനസ്സിലാവണില്ല. എല്ലാം വഴിയെ മനസ്സിലായിക്കോളൂ. ഇപ്പൊ അമ്മച്ചി ഒരു കാര്യം ചെയ്യും, ആ കോറിഡോറിലൂടെ നേരെ അങ്ങോട്ട് ചെന്നാ ഇടത് വശത്ത് 4ാമത്തെ റൂം, അത് അമ്മച്ചിയുടെ റൂം. എന്നാ പൊക്കോ. അല്ല, മോന്റെ പേരെന്താ? മോഹനചന്ദ്രൻ. അപ്പൊ ക്രിസ്ത്യാനി അല്ല? ഇവിടെ ഒരൊറ്റ ജാതി മാത്രമുള്ള എന്റെ അമ്മച്ചിയെ. മനുഷ്യജാതിയെ. അമ്മച്ചി ചെല്ലേ,
മോഹനോ എന്തേ അതേതാടാ നസാണിച്ച്? മോനെ ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് ഉണ്ടെങ്കിൽ അറ്റാക്ക് ഉണ്ടാവുള്ളൂ. ഹാർട്ട് ഇല്ലാന്നോ? ഹാർട്ട് ഇല്ലാതെ പിന്നെ എങ്ങനെയാടാ ജീവിക്കണേ? എന്നൂട്ടി പറയുന്നത് ഹാർട്ട് ഇല്ലാത്തവരല്ലേ ശാരദ എടുത്ത് ഇപ്പൊ ജീവിക്കണേ. ഹാർട്ടുള്ളവരൊക്കെ ഇതേപോലുള്ള വൃദ്ധസദനങ്ങളിൽ കിടന്ന് മക്കളെ ഓർത്ത് നരകിക്കല്ലേ. മലപ്പുറം കഷ്ടപ്പെടാ എന്റെ മാതാവേ, അന്നെ ഞമ്മളിന്ന് കൊല്ലും. നമ്മുടെ കത്തിയവിടെ ഹോം നേഴ്സ് ഈക്കാക്ക് ഗുളിയൊന്നും കൊടുത്തില്ലേ? വലിയ പെരുന്നാളിന് മുന്നേ അന്റെ പയ്യത്തെ എടുത്തില്ലെങ്കിൽ ഈ ബഷീർ സ്വയം കുത്തി മരിക്കൂടാ. ഈ ബീസ അതാരാ ഈ ബലീസ്? അന്റെ വാപ്പ. വാപ്പയോ? അല്ലട മോഹനേന്ദ്ര, നമ്മുടെ ഇളയ പുള്ള. ആര്? മൊയ്തീനാ? പിന്നല്ലാണ്ട് ഓൻ ഒറ്റൊരുത്തൻ കാരണല്ലേ നമുക്ക് ഈ എത്തിങ്ങാനൊക്കെ നരയിക്കേണ്ടി വന്നത്. എന്റെ ബഷീർക്ക, നിങ്ങൾ എന്ത് ഭർത്താനി പറയുന്നത്? 5 സ്റ്റാർ ഫെസിലിറ്റീസ് എവിടെയുള്ളത്? എടാ പുള്ളേ, തത്തേനെ പിടിച്ച് സ്വർണ്ണക്കൂട്ടിലടിച്ചിട്ട് എന്താ കാര്യം? തത്തയല്ല കാക്ക. എവിടെ പിള്ളിന്ന് എന്തേലും വാങ്ങും. അതേന്ന് കാക്ക തന്നെയാ. 5 നേരം നിസ്കരിക്കണ അസല് ഹാജിയാര് ബഷീർക്കാന്ന് കേട്ടാലുണ്ടല്ല ഒരു പിന്നെ മിഠായി തരുവേ കിട്ടക്കെട്ടാന്ന് പറിക്കും. അപ്പൊ നിങ്ങള് ഗുണ്ടയായിരുന്നല്ലേ? ഗുണ്ട മുട്ടിനാടിനെ അറക്കണ പോലെ തന്നെ അറുത്തുകളി ഞമ്മള്. അറക്കാനിങ് വാ. ഈ ഗേഡിനെ വെറുതെ പിള്ളേര് വിളിച്ച് പുറത്താക്കി. പുറത്താക്കിയതല്ലാന്ന് പിന്നെ ചാടിപ്പോന്നാണോ? എന്റെ മൈമൂന മയ്യത്തായിപ്പോ മക്കളെല്ലാരും പറഞ്ഞു ഇനിയുള്ള കാലം എല്ലാവർക്കും കൂടി ദുബായിൽ പോയി താമസിക്കാൻ പാപ്പിച്ചിരുന്നു. ഓനക്കൊക്കെ ജോലി അവിടെയാണല്ലോ. എന്നിട്ട് സ്വത്തൊക്കെ എഴുതി വാങ്ങിയിട്ട് നമ്മളെ പുതിയ കുപ്പായൊക്കെ ഇടിച്ച് കോഴിക്കോട്ടങ്ങാടിയിലെ പഴയ ചങ്ങായിമാരോടൊക്കെ നമ്മൾ യാത്രയും പറഞ്ഞു. വിമാനത്താവളത്തിലേക്കാണെന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ടു വന്നത് ഇവിടേക്കാ. ബഷീർക്ക മതി പറഞ്ഞത്. ഇതൊക്കെ എൻ്റെ ഇലയപ്പുള്ള മൊയ്തീൻ്റെ കുത്തിയ. ഓനെ നമ്മൾ കൂടുതൽ സ്നേഹിച്ചതേ. പിന്നെ ഓൻ നമ്മളോട് ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ഓനെ നമ്മളിന്ന് കൊല്ലും. എടാ മോഹന, എന്റെ മലപ്പുറം കത്തി എവിടെടാ? ഇനി ഞാനിവിടെ നിന്ന് ശരിയാവില്ല. എടാ മോഹന, എന്നോട് നിക്കാനാ പറഞ്ഞ നമ്മടെ കത്തി മോഹന അവിടെ നിൽക്കാൻ. ഹലോ ഹലോ, ആ മോനെ, ബേബി കുട്ടാ, അമ്മയാടാ. മോൻ മരുന്ന് കഴിച്ചോ? തണുത്ത വെള്ളത്തിലൊന്നും കുളിക്കണ്ടാട്ടോ. അമ്മയ്ക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലടാ. ആ പിന്നെ അവളോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണം. ശരി. ശരി മോനെ, വച്ചോ വച്ചോ വച്ചോ, പൈസ തീരും. ഞാൻ ശാരദ, ടീച്ചറായിരുന്നു. മക്കൾ എത്ര പേരാ? ഓ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലേ? ഉണ്ടെന്നും പറയാ, ഇല്ലെന്നും പറയാ. എണ്ണം ചോദിച്ചാ 4 ആമക്കളാ. പെമ്മക്കളൊന്നുമില്ലേ? അടുത്തത് പെണ്ണായിരിക്കും ഓർത്ത് വെറുതെ പെറ്റുകൂട്ടി. 4 മടുത്തു, നിർത്തി. മക്കൾക്ക് സുഖമില്ലാഞ്ഞിട്ടാ ഇവിടെ കൊണ്ടുവന്നാക്കിയേ. അതെ. എന്താ അസുഖം? കുഷ്ഠം. മനസ്സിനാ. മനസ്സിനു കുഷ്ഠോ? എന്തൊക്കെ അസുഖങ്ങളാ! ഓ, നീ എന്താടി കൊച്ചേ പുറത്തു വന്നിരുന്ന മഞ്ഞ് കൊള്ളുന്നേ? അകത്ത് ചെന്നിരിക്കാ പാടില്ലേ? ഞാനേ ആദ്യായിട്ടാ എന്റെ മോനെ പിരിഞ്ഞിരിക്കണത്. നിന്റെ
എന്റെ മോനും ആദ്യമായിട്ടല്ലേ നിന്നെ പിരിഞ്ഞിരിക്കുന്നേ? അതെ. ആ, എന്നിട്ട് അവൻ എന്താടി ഈ മനപ്രയാസമില്ലാത്തത്? അയ്യോ, എസ്തപ്പാനാശാൻ അറിയാൻ മേലാഞ്ഞിട്ടാ. അവനൊരു സുഖമില്ലാത്ത കുട്ടിയാ. കുട്ടിയോ? അവൻ ഏത് ക്ലാസ്സിലാടി പഠിക്കുന്നേ? നമ്മുടെ പിള്ളേര് എത്ര വളർന്നാലും നമുക്കെന്നും അവര് കുട്ടികളല്ലേ എസ്തപ്പാനാശാനെ? ആ, അതാടി എന്റെയും നിന്റെയും ഒക്കെ കുഴപ്പം. മക്കള് വളർന്നാലും അവര് വളർന്നു നമ്മൾ അംഗീകരിക്കില്ല. അവര് നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും നമ്മളത് തിരിച്ചറിയേയില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്റെ ബേബിക്കുട്ടന് ഞാനെന്ന് വച്ച ജീവനാ. എടീ, ഞാനേ ചവിട്ടു നാടകത്തിന്റെ ആശാനായിരുന്നു. അരങ്ങിൽ എനിക്ക് എന്നും രാജാപ്പാർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ വലിയ മനപ്രയാസമൊന്നും തോന്നിയില്ല. അവരുടെ പുറകെ ഇങ്ങോട്ട് പോന്നു. എന്റെ ബേബിക്കുട്ടൻ വരൂ ആശാനെ. അവൻ ഇവിടെ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അതെനിക്ക് ഉറപ്പാ. കൊണ്ടുപോകും. ഹ, അത് സത്യ. മൂക്കിൽ 2 പഞ്ഞി വെച്ച് കഴിയുമ്പോ അമ്മ മരിച്ചെന്ന് എല്ലാവരെയും കൊട്ടി അറിയിക്കട്ടെ? ഇല്ല, ആശാൻ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. എന്റെ ബേബിക്കുട്ടൻ വരും, എന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഉറപ്പാ. ഹ. മമ്മി, അപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഇവിടെ അടങ്ങി ഒതുങ്ങി പോവാം. പപ്പ, അമ്മാമേനെ നമുക്ക് കൊണ്ടുപോവാം പപ്പ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ കോപ്പി? അമ്മാമേ പാവല്ലേ പപ്പ. നവീൻ, നീ അടി മേടിക്കട്ടോ? എന്റെ കൃഷ്ണ, തറവാട് വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് എന്താടാ കാര്യം? നീ അമേരിക്കയിൽ പോകുന്നെങ്കി പൊക്കോ, ഞാനും പിള്ളേരും അവിടെ നിന്നോളാടാ. ഹ, മമ്മി എന്ത് വിവരക്കടയി പറയുന്നേ? എനിക്കെന്റെ പിള്ളേരെ ഫ്യൂച്ചർ നോക്കണ്ടേ? ഇവർ അമേരിക്ക തന്നെ വളരണം. നീ അമേരിക്കയിൽ വളർന്നിട്ടാണോ ഡോക്ടർ ആയത്? അല്ലല്ലോ. മമ്മി, ഞാൻ കാവിന്റെ പടിക്കെട്ടിറങ്ങിയ നോക്കത്താ ദൂരത്തോളം പാടങ്ങളാ. ആ പാടവരമ്പിലൂടെ അച്ഛന്റെ വിരൽത്തുമ്പിൽ തൂങ്ങിയ നീ സ്കൂളിൽ പോയത്. തെങ്ങിൻ തോപ്പിലെ തൂക്കണാങ്കുരുവികളും അടയ്ക്കാത്തോട്ടത്തിലെ ചെറുമികളുമായിരുന്നു അന്ന് നിന്റെ കൂട്ടുകാരൻ. അതൊക്കെ നീ മറന്നോ കൃഷ്ണ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ദേവിക മരിച്ചത് എന്റെ തെറ്റാണ്. അമേരിക്കയിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടർ രേണുവയെ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് തെറ്റാണ്. എന്റെ കുട്ടികൾ ഞങ്ങളുടെ കൂടെ തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത് തെറ്റാണോ? അല്ല, ഒന്നും തെറ്റല്ല. ഒക്കെ ഞങ്ങളുടെ തെറ്റാ. എന്റെ കൃഷ്ണൻ ഡോക്ടർ കൃഷ്ണദാസ് ആയപ്പോ തെറ്റിപ്പോയത് ഞങ്ങളുടെ കണക്കുകൂട്ടലുകളാ. മമ്മിയോട് തർക്കിക്കാനൊന്നും ഞാനില്ല. കാലം മാറിപ്പോയി മമ്മി. എന്നാലും നീ ജനിച്ചു വളർന്ന തറവാട് അവിടെ വെട്ടവും വെളിച്ചവും ഇല്ലാതെ കിടക്കുക എന്ന് പറയുമ്പോ അച്ഛന്റെ അസ്ഥിത്തറയില് വിളക്ക് വെക്കാൻ പോലും ഞാൻ അവിടെ ഇല്ല. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഈവനിങ് ഫ്ലൈറ്റ് പോകും. അവിടെ ചെന്നിട്ട് മമ്മിയെ വിളിച്ചോളാം. എന്റെ കുട്ടികള് അമ്മാമേനെ മറക്കോ? ഇല്ല മാമേ. പപ്പ, എന്താടാ? ഞങ്ങൾ അമ്മാമ്മയുടെ കൂടെ ഇവിടെ നിന്നോട്ടെ പപ്പ. നീ ഒന്നും മിണ്ടാതിരിക്കണം. മകള് പൊക്കോ. അമ്മാമ്മേ, ഇനി അമ്മാമാനെ ഓർക്കാണ്ട് പൊക്കോ. അമ്മാമ്മേ. ഹായ്, എത്തിലോ? ഫ്ലൈറ്റ് സമയമായി, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. വിട്ടോ, ഇവിടെ മമ്മിയുടെ സേഫാ. പോക്കോന്ന്. മോഹനോ, എടാ മോഹന. എന്തേ? എന്താ ശാരദേ? എടാ ദേ ആ തള്ള അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുക. ഏത് തള്ള? എടാ ആ ക്ലാരമ്മ. എന്തുട്ടാ പ്രശ്നം? അത് അവരോട് തന്നെ ചെന്ന് ചോദിക്കും. എടാ മോഹന. ഹൈ, വന്നല്ലോ വനമാല. എന്നുട്ടാണ് എന്റെ അമ്മച്ചിയെ? പറയേ, എന്നുട്ടാ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് എന്റെ വീട്ടിൽ പോണം. എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം. എടി എടി, നീ എന്താടി അങ്ങനെ പറഞ്ഞത്?
അമ്മച്ചി കാര്യം എന്താ പറയങ്ങട്. എടാ ആദ്യമൊക്കെ ബേബിക്കുട്ടൻ നല്ല ഉത്സാഹത്തോടെ ഫോൺ എടുത്തിരുന്നതാ. ഇപ്പൊ ആ ഉത്സാഹമൊക്കെ കുറഞ്ഞു. വിളിച്ചിട്ട് എടുക്കണില്ലെന്ന്. അതിനിപ്പോ അമ്മച്ചി എന്തിനിങ്ങനെ വിഷമിക്കണേന്ന്? എടാ അവൻ അസുഖം കൂടി കാണും. എനിക്കിപ്പ എന്റെ മോനെ കാണണം. അതെ, അവൻ ഒരസുഖവും ഇല്ല. അവനും അവന്റെ പെണ്ണുമ്പിള്ളയും കൂടി ക്ലാരമ്മ ചതിച്ചതാ. എന്താ എന്താ പറഞ്ഞേ? എന്റെ മോൻ എന്നെ ചതിക്കുന്നോ? ശാരദയടുത്തൊന്നും മിണ്ടാണ്ട് പോണ്ട, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട്. നീ പോടാ അവിടുന്ന്. കുരിശത് സത്യമാ ഞാൻ പറഞ്ഞത്. നമ്മളെ പോലെ മക്കള് മനസ്സിന്ന് പടിയിറക്കി വിട്ട അമ്മച്ചിമാരാ ഇവിടെ ഉള്ളത്. നമ്മുടെ മക്കൾക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് എന്തിനാടി ക്ലാരമ്മ അവരെ? ഇല്ല, എന്റെ മോൻ അങ്ങനെ ചെയ്യൂല. എന്റെ ബേബിക്കുട്ടനെ പാവ. എല്ലാ അമ്മമാരും കണക്ക്. മക്കൾ എന്തൊക്കെ ചെയ്താലും ചാവണവരെ അവരെ കുറ്റപ്പെടുത്തില്ല. കഷ്ടം. ബഷീർക്കാടെ കാറ്റ് പോയോ? ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. അല്ല, എവിടേക്കാ പോയേ? പെർത്തില് നമുക്കൊരു പണി കിട്ടി. 8ന്റെ പണിയാ? 8ന്റെ പണി തന്നെയാ കിട്ടിയത്. ആ പട്ടിക്കൊന്നും കൊടുക്കാറില്ലട മോഹനാ. ഏയ്, അവറ്റങ്ങള് വല്ലപ്പോഴും ഇച്ചിരി ഇറച്ചു തിന്നണതേ. നിങ്ങളെ പോലുള്ളവര് മതില് ചാടാൻ ശ്രമിക്കുമ്പോളാ. ആയി ശരി. അപ്പൊ അത് ഇവിടുത്തെ സ്ഥിര ഏർപ്പാടാണല്ലേ? പിന്നല്ലാണ്ട് ആന പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യണ്ടായിരുന്നു ഇവിടെ. അത് പിന്നെ നമുക്ക് അറിഞ്ഞൂടെ, നമ്മുടെ ചങ്ങാതിലെ തങ്കച്ചൻ. മൂപ്പര് എപ്പോഴും മതില് ചാടാൻ ശ്രമിക്കായിരുന്നേ. ദോഷം പറയുന്നല്ലോ, പട്ടികൾക്ക് അന്ന് നല്ല കൂശാലായിരുന്നു. കൊള്ളാലോടെ മോഹനാ. വല്ലോന്റെ ദേഹത്ത് ഇറച്ചി കണ്ടിട്ട് പട്ടീന് വളർത്തുന്ന. ഓ നല്ല വേദന ഉണ്ട് മോഹനോ. അതിന് പട്ടികൾ അകത്ത് കയറി കഴിക്കാറില്ലല്ലോ. ഐ, ഈ ബഷീർക്ക് എന്തിനാണ് ഈ പുറത്തേക്ക് ഇറങ്ങിയെന്ന്? എനിക്ക് എന്റെ മക്കളെ കാണാനായിട്ട് ഓർക്കം വന്നില്ലട മോഹനാ. അവരോടൊന്നും വരാൻ പറ, കണ്ടാ മതി. എന്റെ ബഷീർക്ക, അവർക്ക് നിങ്ങളെ ബാൻഡിങ് പിന്നെ എന്തുട്ടാണ് നിങ്ങൾക്ക് അവരെ? ഇത് എത്ര പറഞ്ഞാലും ഈ പാവങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല. അല്ല മോഹന, എന്താ ബഷീർക്ക? ആ പട്ടിക്ക് പേണ്ട. ഏയ്, ഉണ്ടെങ്കി പെട്ടെന്ന് അങ്ങോട്ട് പോവാല. പഠിച്ചോനും വേണ്ട. അമ്മച്ചി, അമ്മച്ചി, എന്താ മോളെ? അമ്മച്ചി വിളിച്ചിട്ട് മിണ്ടുന്നില്ല. ക്ലാരമ്മേ, ക്ലാരമ്മേ, ക്ലാരമ്മേ. അമ്മച്ചി, ക്ലാരമ്മേ, അമ്മച്ചി. അമ്മച്ചി. വിളിക്കണ്ട, പോയി. അമ്മച്ചി, ഇതാണ് ഞാൻ പറഞ്ഞ സുഖവാസ കേന്ദ്രം. മനസ്സിലായടാ, എന്നെ പോലെയുള്ള ഒരമ്മ ഇവിടുത്തെ സുഖവാസം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണെന്നും മനസ്സിലായി. അമ്മച്ചി, ഞാൻ അമ്മച്ചിയോ? നീ ഇനി എന്നെ അങ്ങനെ വിളിച്ചേക്കരുത്. അമ്മച്ചി. എടാ, നട്ടെല്ല് പൊട്ടുന്ന വേദനയോടെ ഞങ്ങളെ പോലെയുള്ള ഒരു മക്കളെ പ്രസവിച്ചത് വെറും നുണക്കഥ അല്ലടാ. അമ്മച്ചി, നിങ്ങളെ പോലുള്ളവർ ജീവിച്ച കാലമല്ലിത്. കാലം വല്ലാതെ മാറിപ്പോയി. കാലമല്ലടാ മാറിയത്. രക്തബന്ധങ്ങളെ രക്തബന്ധങ്ങളായി കാണാൻ കഴിയാത്ത വിധത്തിൽ നിന്റെയൊക്കെ മനസ്സാ മാറിപ്പോയത്. എന്റെ അമ്മച്ചി, ജീവിത സാഹചര്യങ്ങൾ മാറിയപ്പോ വൃദ്ധസദനങ്ങളുടെ എണ്ണവും കൂടി. അതൊരു തെറ്റല്ല. അന്നിവിടെ ധാരാളം ബാലസദനങ്ങൾ ഉണ്ടായിരുന്നു. നിന്നെ പോലുള്ള മക്കളെയൊക്കെ അവിടെ കൊണ്ടാക്കിയിട്ട്
ഞങ്ങൾക്കും സുഖിച്ച് ജീവിക്കാമായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങളത് ചെയ്തില്ല. അതിന്റെ ശിക്ഷയാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത്. അമ്മച്ചി, നിന്നെ പോലുള്ള മക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇന്ന് ഞാൻ, നാളെ നീ. ഇല്ല, എന്റെ അമ്മച്ചി എനിക്ക് വേണം. വാ അമ്മച്ചി, നമുക്ക് പോകാം, നമുക്ക് പോകാം. പാദങ്ങളിൽ വീണ കണ്ണുനീർത്തുള്ളികൾ പാപജന്മത്തെ ശപിച്ചു. പൂവിനു ചുണ്ടിൽ നഖം മുളച്ചു. കാവിനെ കാറ്റുകൾ സംശയിച്ചു. അപ്പം താങ്ക് യു ടീം പെർത്ത് ഫോർ ദാറ്റ് വെരി ഹാർട്ട് ഫെൽറ്റ് മെസ്സേജ് യു ഗിവൺ അസ് ത്രൂ ദ സ്കിറ്റ്. എനിക്ക് ആക്ച്വലി ഓർമ്മ വന്നത്, എനിക്കല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വന്ന് കാണും, നാട്ടിൽ നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന നമ്മുടെ പേരൻസിനെ, നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ, നമ്മുടെ അമ്മച്ചിമാരെ, വലിയമ്മച്ചിമാരെ എല്ലാവരെയും, അല്ലേ? ഇപ്പോൾ ഒരു വലിയ കയ്യോടി പെർത്ത് അർഹിക്കുന്നു. ആക്ച്വലി വെരി ബിഗ് വൺ.